കഴിഞ്ഞ ദിവസം മന്ത്രിമാരൊക്കെ കൂടി വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയി. ബിന്ദു കൃഷ്ണ പോയി, ചെന്നിത്തലയൊക്കെ പോയി കണ്ടു. അതേപോലെ വെള്ളാപ്പള്ളി തിരിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ വന്നു. തുഷാർ വെള്ളാപ്പള്ളി ഇതുപോലെ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടു. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നു. നമ്മുടെ അറിവിൽ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവ് എന്ന തരത്തിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ഈ പറയുന്ന പുതിയ മന്ത്രിസഭ പുതിയ മന്ത്രിസഭയിലുള്ള നേതാക്കളൊക്കെ കൂടി വെള്ളാപ്പള്ളിയെ ഇങ്ങനെ കാണാൻ പോകുന്നു, സന്ദർശിക്കാൻ പോകുന്നു, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു. അപ്പം നമുക്ക് കുറച്ച് പുറകോട്ട് ചിന്തിക്കാം, കുറച്ച് മാസങ്ങൾക്ക് പുറകോട്ട് പോകാം. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂട്ടുകെട്ട് കാരണം കുറേ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, കുറേ ചർച്ചകളുണ്ടായി, വിവാദങ്ങളുണ്ടായി. ആ വിവാദങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. അന്ന് പറഞ്ഞു അവസാനം LDFന്റെ തോൽവിക്ക് കാരണം വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ടാണ് LDFന് ഇത്രയും വലിയൊരു തോൽവി സംഭവിച്ചത് എന്ന് വരെ പറഞ്ഞു നടന്ന ആൾക്കാരാണ് UDFകാർ, കോൺഗ്രസ്സുകാർ. എന്നിട്ട് അതേ കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പൊക്കിയെടുത്ത് നടക്കുന്നു. ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം, ഈ UDF അധികാരത്തിൽ കയറിയതിന് ശേഷം ഈ പറയുന്ന സാമുദായിക തിണ്ണനിരങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മുൻപ് തന്നെ സാമുദായിക ഇപ്പം ഒരു എന്താ പറയുക, സാമുദായികമായി ഞങ്ങൾ ആരുടെയും തിണ്ണനിരങ്ങാൻ പോവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രി ആ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സുഹൃത്തിൻ്റെ വാഹനം എടുത്തുകൊണ്ട് സിറോ മലബാർ സഭയിലോ മറ്റോ പോയിരുന്നു. അവരുടെ ഒരു വലിയ പരിപാടി പങ്കെടുക്കാൻ പോയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ലത്തീൻ സഭ പറഞ്ഞിരുന്നു ഞങ്ങളുടെ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കുറവാണ് എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ രാത്രിയിൽ ഇതേ മുഖ്യമന്ത്രി തന്നെ ലത്തീൻ സഭയിലെ പല പുരോഹിതന്മാരുമായും അധ്യക്ഷന്മാരുമായും കൂടിക്കാഴ്ച നടത്താൻ പോവുകയും ചെയ്തു. ഇപ്പോൾ തുളസി എന്ന് പറയുന്ന മന്ത്രി ഇവിടെ വന്ന് NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പം അതിനവർ പറയുന്ന ഒരു മറുപടി, എന്തിനാണ് നിങ്ങളങ്ങനെ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടി, ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന NSSന്റെ സ്ഥാപനത്തിലായിരുന്നു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പക്ഷേ ഇതൊക്കെ കൂടിക്കാഴ്ച തെറ്റായ കാര്യമൊന്നുമല്ല. അപ്പം ഒരു സമുദായ നേതൃത്വവുമായി സമുദായ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതൊന്നും ഈ വന്ന കാലത്ത് അത്ര ഇതായിട്ട് കാണണ്ട. പക്ഷേ നമ്മുടെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവിടെ ആര് ഭരിക്കണം അല്ലെങ്കിൽ എവിടെയൊക്കെ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്ന സമുദായ സംഘടനകളാണ്. ഇപ്പം അതേസമയം നമ്മൾ നോക്കിക്കോളൂ, ഇടതുപക്ഷം ഇവിടെ അധികാരത്തിൽ കയറിയ സമയത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന വന്നിട്ട് ഞങ്ങളുടെ ഇത്ര പേരെ മന്ത്രിയാക്കണം എന്നൊരു ആവശ്യം ഏതെങ്കിലും ഒരു സമുദായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല എന്ന് തന്നെയാണ്. അങ്ങനെ കാര്യം ഇടതുപക്ഷത്തിൻ്റെ പ്രവൃത്തികളും വാക്കുകളും ഏകദേശം ഒരേപോലെ തന്നെയാണ് നമുക്ക് കാണേണ്ടി വരും. ഇവിടെ എന്നാലും മറിച്ചാണ് സംഭവിച്ചത്. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കാറിൽ കയറ്റി, അതും ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടന്ന സമയത്താണ് കാറിൽ കയറ്റി കുറച്ച് ദൂരം കൊണ്ടുപോയത്. അപ്പോൾ അത് വലിയ വിഷയമായി. എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരായി, മുസ്ലിം ലീഗിനെതിരായി, ന്യൂനപക്ഷത്തിനെതിരായി നടത്തിയിട്ടുള്ള ഒരു വർഗീയ പരാമർശം, വിദ്വേഷ പരാമർശം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് കാലാകാലങ്ങളായി നമുക്കെല്ലാവർക്കും അറിയാം. 10-30 വർഷമാകുമ്പോൾ അദ്ദേഹം ഈ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വന്നിട്ട്. അപ്പം ആ കാലങ്ങളിലെല്ലാം പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് ഇതേ സെയിം സമീപനമാണ്, നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാളോട് പിണറായി വിജയൻ ചെയ്ത് തെറ്റാണ്. അങ്ങനെയുള്ള ഒരാളെ അത്രത്തോളം എൻ്റർടൈൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെ വീണ്ടും എന്താ പറയുക, ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും, അതായത് ഒരു 3-ാം തവണ ഒരു തുടർഭരണം ഇടതുപക്ഷത്തിനുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വലിയ പ്രവചനമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി, പിണറായി വിജയനോട് എതിരിടാൻ പറ്റിയ ഒരു നേതാവ് പോലും ഇല്ല UDFൽ എന്ന് തുടങ്ങി വല്ലാത്ത രീതിയിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ സത്യത്തിൽ വെള്ളാപ്പള്ളി സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ആ സമീപനം പുലർത്തിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ, എന്തിനാണ് നിങ്ങൾ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തി? നമുക്ക് കണ്ട ചിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ബിന്ദു കൃഷ്ണ അവിടെ പോയി ഏതോ ദൈവത്തിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന പോലെ 2 കൈകളും കൂപ്പിക്കൊണ്ടാണ് ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശന്റെ മുന്നിൽ നിൽക്കുന്നത്, അനുഗ്രഹമാണ്. അപ്പം ഈ പറയുന്ന ബാബ ഇതൊക്കെ സ്വാമിമാരൊക്കെ ഉണ്ടല്ലോ, സത്യസായി ബാബ അതുപോലുള്ള സ്വാമിമാരൊക്കെ അനുഗ്രഹിക്കുന്ന പോലെ 2 കൈകളും തലയിൽ വെച്ചിട്ട് ബിന്ദു കൃഷ്ണയെ അനുഗ്രഹിക്കുകയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാള്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഇത് എന്താണ് UDFന്റെ അക്ഷരാർത്ഥത്തിലുള്ള നിലപാട് എന്നൊരു ചോദ്യം വരും. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നിലപാട്? അപ്പം അതിന് വ്യക്തമായൊരു മറുപടി പറയണം. ബിന്ദു കൃഷ്ണയോട് ചോദിച്ചു, എന്തിനാണ് അവിടെ പോയത്, അല്ലെ എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം?
അപ്പോൾ പറയുന്നൊരു കാര്യം പിന്നെ എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ. ഇതാണ് പിന്നെ ബിന്ദുകൃഷ്ണയുടെ വായിൽ നിന്ന് വീഴുന്നത്. അല്ലാതെ അതിനൊരു വ്യക്തമാക്കലില്ല. ഇപ്പം ബിന്ദുകൃഷ്ണ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് പിന്നെ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വെച്ചോളൂ, ഒരു പ്രശ്നമില്ല, ഒരു പ്രതിസന്ധിയില്ല. പിന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തിക്കോളൂ, വിഷയമില്ല. വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിക്കോളൂ, തെറ്റില്ല. പക്ഷേ ഇവർ വഹിക്കുന്ന പദവികൾ നോക്കണം. ക്ഷീരവികസന മന്ത്രിയായിരിക്കുന്ന ബിന്ദുകൃഷ്ണ മന്ത്രിയല്ലേ, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ആരാണ്? തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ്. ഈ വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ? ഉണ്ട്. ഏത് രാഷ്ട്രീയമാണുള്ളത്? പിന്നെ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ ബന്ധമാണുള്ളത്. ആ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ ബന്ധമുള്ള പിന്നെ തുഷാർ വെള്ളാപ്പള്ളി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ലോട്ടസ് പോലെയുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളിൽ പങ്കാളിയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ചുറ്റിപ്പറ്റിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് BD സതീശന് കൊണ്ടുവന്നിട്ട് പട്ടം വളയം കൊടുക്കുന്നത്, പൊന്നാട എണീക്കുന്നു, ബൊക്ക കൊടുക്കുന്നു. അതിന്റെ പിന്നിൽ എന്താണ്? ഇപ്പം BD സതീശൻ എന്ന് പറയുന്ന ഒരാൾ മുൻ മുഖ്യമന്ത്രിയെ കാണാൻ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അവിടെ വെച്ച് അവർ രണ്ടുപേരും വളരെ കാര്യമായി സംസാരിച്ച് പിരിഞ്ഞു. കാരണം രണ്ടുപേരും MLA-മാരായിരിക്കുന്ന, അല്ലെ ഒരാൾ മുഖ്യമന്ത്രിയും ഒരാൾ പ്രതിപക്ഷ നേതാവുമാണ്. അവർ അന്യോന്യം ഒരേ സഭയിൽ പരസ്പരം സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും സർക്കാരിന്റെ സുഗമമായ നടത്തിപ്പിന് രണ്ടുപേരുടെയും സഹകരണങ്ങൾ ആവശ്യമാണ്. സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു ഭരണപക്ഷം മാത്രമല്ലല്ലോ, പ്രതിപക്ഷത്തിനും പങ്കുണ്ട്. അപ്പം ഒരു ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ജനോപകാര വിരുദ്ധമായ പദ്ധതികൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് ഈ രണ്ട് കൂട്ടർക്കും പങ്കുവഹിക്കേണ്ടതുണ്ട് ഒരു നിയമസഭയിൽ. തുഷാർ വെള്ളാപ്പള്ളി ആരാണ്? തുഷാർ വെള്ളാപ്പള്ളി സഭയിലെ അംഗമാണോ? അല്ല. ഇപ്പൊ സഭയിൽ ഇനി BJPക്കാർ NDA-ക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയാലോ ഒരു പിന്നെ ബൊക്ക കൊടുത്തു പറഞ്ഞിട്ട് തെറ്റ് വരുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ MLA ആണെന്നേ നിയമത്തിൽ നിന്നുള്ളത്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ V മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിക്കോളൂ, കുഴപ്പമില്ല, തെറ്റില്ല. അവർ MLA ആണ്. പുള്ളിക്കും ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കുവഹിക്കാനുണ്ട്. ഈ പറയുന്ന BJP 3 MLA-മാർ BJPക്കുണ്ട്. ആ 3 MLA-മാർക്കും നമ്മുടെ സംസ്ഥാനത്തിന്റെ പുനർനവീകരണത്തിനോ പുനർനിർമ്മാണത്തിനോ പങ്കുവഹിക്കാനുണ്ട്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനോ തുഷാർ വെള്ളാപ്പള്ളിക്കും എന്താണ് നമ്മുടെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലുള്ള കാര്യം? പോച്ചിക്ക് എന്താ പൊന്നൊരുക്ക് നിർത്തുക കാര്യം? അപ്പം രാഷ്ട്രീയമായി നിൽക്കുന്ന അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി നിൽക്കുന്ന ഈ 3 വ്യക്തികളും മന്ത്രിമാരെല്ലാവരും തന്നെ അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതല്ലേ? അല്ല അവിടെ നിന്നൊരു ക്ഷീരവികസന പിന്നെ അല്ലെങ്കിൽ ക്ഷീരദിനാശംസകൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ LDF-ന്റെ തോൽവിക്ക് കാരണം വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂട്ടുകെട്ടാണെങ്കിൽ അതേ ഭയം ഇപ്പൊ ഇവർക്കും വേണമല്ലോ. അവർക്ക് ഭയമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം പ്രതീതി സൃഷ്ടിക്കലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് തികഞ്ഞൊരു വർഗീയവാദിയാണ്. ഈ വർഗീയവാദി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ട്. മുസ്ലിങ്ങൾക്കെതിരായിട്ട്, മുസ്ലിം ലീഗിനെതിരായിട്ട്, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടത്തിയ പരാമർശങ്ങളുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ശ്രീനാരായണ ദർശനങ്ങളിലൊന്നും വിശ്വസിക്കുന്ന ഒരാളെ അല്ല. ആ വെള്ളാപ്പള്ളിയുടെ എന്താണ് അവിടെ രാഷ്ട്രീയം എന്നുള്ളത് നോക്കിയാൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ളത്. ആ സംഘപരിവാർ ആശയത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് പുള്ളി അത് പറയുന്നത്. തന്മൂലം ഉണ്ടായ പ്രശ്നം എവിടെയാ? ഇയാളെ ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കിയ ഇതിനെ നടത്തി. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി എന്ന് പറയുന്ന ഒരൊറ്റ പ്രവൃത്തി ഉണ്ടല്ലോ, ഈ പ്രവൃത്തി മൂലം ഒരു പ്രതീതി സൃഷ്ടിച്ചു. എന്ത് പ്രതീതി? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ന്യൂനപക്ഷ വിരുദ്ധനായ ഒരു വ്യക്തിയെ പിന്തുണയ്ക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവ് മൊത്തത്തിൽ ആർക്കെതിരാണെന്ന് വരുത്തി തീർത്തു? ന്യൂനപക്ഷത്തിനെതിരാണെന്ന് വരുത്തി തീർത്തു. ഇതുമൂലം എന്തുണ്ടായി? ന്യൂനപക്ഷം സർക്കാരിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നു മാറി നിന്നു. ഇതിനെ ഇവിടെ വോട്ടാക്കി മാറ്റാൻ പിന്നെ UDF-ന് കഴിഞ്ഞു. ഇതാണ് നടന്ന ഒരു പ്രോസസ്സ്. ഇതാണ് പ്രതീതി സൃഷ്ടിക്കൽ എന്ന് ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രതീതി ഉണ്ടാക്കലാണ്. ആ പ്രതീതി ഉണ്ടാക്കിയതിൽ UDF ഇവിടെ വിജയിച്ചു. തന്മൂലം വിജയിച്ചതിൽ മൂലം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കൃത്യമായി ഏകോപിപ്പിക്കുവാൻ UDF-നെ കൊണ്ട് സാധിച്ചു. ആ നിലയ്ക്ക് നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ UDF-ന് ഗുണകരമായ പ്രവൃത്തിയെ ചെയ്ത് അതിന്റെ നന്ദി പ്രകാശനമായിരിക്കും ഇപ്പൊ പോയി കാണിച്ചത്, അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് രാഷ്ട്രീയമായി പറയണം? ഈ ഓരോ തവണ പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ സാമുദായിക നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴും ഓരോ സാമുദായിക നേതാക്കന്മാരുമായി ചർച്ചകൾ നടത്തുമ്പോഴും അവിടെ ഉണ്ടാകുന്നത് ഏത് തരത്തിലുള്ള ചർച്ചകളാണ് എന്ന് പൊതുജനത്തോട് പറയേണ്ട ഉത്തരവാദിത്തം ഓരോ മന്ത്രിമാർക്കുമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ MLA ആയതും മന്ത്രി ആയതും എന്തിനു വേണ്ടിയിട്ടാണ്? സമുദായങ്ങളെ നവീകരിക്കാനല്ല,
പകരം ആ സമുദായത്തിൽപ്പെട്ട ആളുകളെ നവീകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പം പിന്നെ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ പോയി കാണുന്നതുകൊണ്ട് സമുദായത്തിന് നവീകരണം ഉണ്ടാകുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാധിഷ്ഠിതമായി പോയി SNDP എന്ന് പറയുന്ന ഒരു യോഗം തന്നെ ആ നിലയിലേക്ക് അയാൾ ചുരുക്കി. SNDP യോഗത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മുഴുവൻ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയിലേക്കും ചുരുക്കി. അത് അങ്ങനെയുള്ള ആൾക്കാരെ അല്ല കാണേണ്ടത്, സമുദായങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ M. ലിജു മന്ത്രിയാണ്, കായംകുളത്ത് നിന്നുള്ള ആളാണ്, പുള്ളി ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ബിന്ദു കൃഷ്ണ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ ഇവരിലൂടെ സമുദായത്തിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് സാമുദായിക നേതൃത്വം ചെയ്യേണ്ടത്. അല്ല അവിടെ പോയിട്ട് വെള്ളാപ്പള്ളി നടേശനെ കാണുക എന്നുള്ളതല്ല, വെള്ളാപ്പള്ളി നടേശനെ നന്നാക്കുക എന്നുള്ളതല്ല. ഇപ്പൊ മൈക്രോ ഫിനാൻസ് കേസ് അങ്ങനെ ഉണ്ടായതാ, സർക്കാർ അനുവദിച്ചു കൊടുത്ത തുക വെള്ളാപ്പള്ളി നടേശൻ ബ്ലേഡ് വലിച്ചേക്ക് കൊടുത്തു. ഇതാണ് സംഭവം. അയാൾക്ക് തോന്നിയ പോലെ വെള്ളാപ്പള്ളി നടേശൻ തനിക്ക് തോന്നിയ പോലെ പണം വിനിയോഗിച്ചു. അതാണ് മൈക്രോ ഫിനാൻസ് കേസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പം സാമുദായിക പുനരുദ്ധാരണത്തിന് വേണ്ടി സർക്കാർ അലോക്കേറ്റ് ചെയ്ത തുക പോലും വക മാറ്റി ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഈ പറയുന്ന പോലെ എനിക്കൊന്ന് ഗോൾഡൻ ജൂബിലി ബിൽഡിങ് SNDPയുടെ അല്ലെങ്കിൽ പിന്നെ SN ട്രസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പുള്ളി അതിന്റെ തുക 55 ലക്ഷം രൂപയോളം അടിച്ചു മാറ്റി. അപ്പോൾ ഈ പിന്നെ R. ശങ്കറിന്റെ പേരിലുള്ള ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ലീസിന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ്. തനിക്ക് നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പുള്ളി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമുദായ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ, അതായത് സമുദായത്തിന് ഗുണമില്ലാത്ത, സമുദായത്തിന്റെ മൊത്തം വെറുപ്പിച്ചു നിർത്തിയിരിക്കുന്ന സമുദായ നേതാക്കളോട് കൂടിക്കാഴ്ച നടത്തുന്നതാണോ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം? അല്ല. അപ്പം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതും വിശേഷിച്ച് ഈ പിന്നെ BDJS പോലെയുള്ള സംഘപരിവാർ അനുകൂല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അതിൻ്റെ ചെയർമാനും നേതാക്കന്മാരുമായിരിക്കുന്ന ആളുകളുമായി നമ്മുടെ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ പറയുന്ന എല്ലാ മന്ത്രിമാർക്കും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം.